welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് ഞാൻ നല്ലൊരു ജ്യൂസാണ് കാണിച്ചു തരാൻ പോകുന്നത്. സ്റ്റാർ ഫ്രൂട്ട് കൊണ്ടുള്ള ജ്യൂസാണ് ഇത്. ഇപ്പോൾ നോമ്പുകാലമാണ്, അതുപോലെ തന്നെ നല്ല ചൂട് സമയമാണ്. അപ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ മാറാനായിട്ട് പറ്റിയൊരു ജ്യൂസാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇതാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വൈരമ്പുളി എന്ന് പറയും. ഇതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. ഞാൻ 5 എണ്ണം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതും അതുപോലെ തന്നെ അധികം പഴുക്കാത്തതുമായിട്ടുള്ളത് നോക്കിയെടുക്കുക. അപ്പോഴാണ് ചെറിയ പുളിപ്പും കൂടെ നമുക്ക് ജ്യൂസിന് കിട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരമുറി നാരങ്ങ ചേർക്കാം, പുളിയില്ല എന്നുണ്ടെങ്കിൽ. ഇതുപോലെ മുറിച്ചെടുക്കുമ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് ഉണ്ടാകും. അതാണ് സ്റ്റാർ ഫ്രൂട്ട് എന്ന പേര് വന്നത്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി ഇതുപോലെ അരിഞ്ഞെടുക്കുക. അതിനുള്ളിൽ കുരു ഉണ്ടാവും, അത് കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സ്റ്റാർ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കഷ്ണം മാത്രമേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ മധുരത്തിൻ്റെ അളവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല പഴുത്ത പുളിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ മധുരം അധികം ചേർക്കേണ്ടി വരില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചതിന് ശേഷം പോരാത്ത വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ആ ഇഞ്ചിയും അതുപോലെ തന്നെ അതിൻ്റെ കുരുവെല്ലാം അരഞ്ഞു വരട്ടെ. അതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് മിക്സ് ആകുന്നവരെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഇത് കഴിക്കാം. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കുക. പഴുത്ത പുളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാതെ തന്നെ നമുക്ക് ജ്യൂസാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടും കൂടാണിത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പോരാത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തതിന് ശേഷം അരിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാം നമുക്ക് അരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കി വെള്ളം കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിലും നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തണുക്കാത്ത വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് സെർവ് ചെയ്യാൻ നേരത്ത് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അരിച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു അരമുറി നാരങ്ങ കൂടെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. വേണമെന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ പുളിയൊക്കെ സാധാരണ എല്ലാവരും ഒന്നും ഉപയോഗിക്കാതെ വെറുതെ കളയുകയാണ് പതിവ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്